നമസ്കാരം. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷ് ഏച്ചിക്കാനം എഴുതിയ ദേശീയ മൃഗം എന്നുള്ളൊരു ചെറിയ ചെറുകഥാ സമാഹാരമാണ്. 6 കഥകളാണ് ഇതിലുള്ളത്. അതിലെ മിസാറു എന്ന് പറയുന്നൊരു കഥയുണ്ട്. മിസാറു, അതെ. അതിലെ ഒരു ചെറിയൊരു ഭാഗം വായിച്ചു. അതാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഞാൻ ആ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കാം. താജുദ്ദീൻ്റെ ആവശ്യം കേട്ടപ്പോൾ അവന് ഓർമ്മ വന്നത് യാഷിൻ്റെ വീട്ടിലെ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന 3 ജാപ്പനീസ് കുരങ്ങന്മാരെയാണ്. മിസാറു, കിക്കസാറു, ഇവസാറു. കണ്ണും ചെവിയും വായും പൊത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവയുടെ ഇരിപ്പ് കാണാൻ നല്ല രസമാണ്. തിന്മ കാണില്ല, കേൾക്കില്ല, പറയില്ല. അതാണത്രേ ആ ഇരിപ്പിൻ്റെ അർത്ഥം. അതിലെ മിസാറുവാണോ ഞാൻ? ഓക്കെ, ബാക്കി ഇപ്പോൾ വായിക്കണില്ല. ഈ 3 കുരങ്ങന്മാരെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവയുടെ പേര് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മിസാറു കാണില്ല, കിക്കസാറു കേൾക്കില്ല, ഇവസാറു പറയില്ല. അപ്പോൾ ഇതാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇതിലെ പല കോണ്ടെക്സ്റ്റുകൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഞാനിതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കുരങ്ങന്മാരെ പോലെ ആകുന്നില്ലേ? നമ്മൾ വ്യക്തികളുടെയോ സംഘടനകളുടെയോ മതങ്ങളുടെയോ പാർട്ടികളുടെയോ ഏത് രീതിയിലുള്ള സെറ്റപ്പുകളും ആവാം. നമ്മൾ അവയുടെ വല്ലാത്ത ഒരു ഫാൻസ് ആയാൽ, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള സപ്പോർട്ടേഴ്സ് ആയാൽ, അല്ലെങ്കിൽ അണികൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമായാൽ, ഏതോ ആയിക്കോട്ടെ, ഇവിടെ അത് ഇത് ഈ സംഘടന ആ സംഘടന എന്നൊന്നുമില്ല. എല്ലാവരും കുറേ കാര്യങ്ങളിലൊക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മൾ അവയിൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നിരുപാധിക പിന്തുണ, നിരുപാധികമായ എന്ത് ചെയ്താലും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു രീതി അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവയുടെ ഉള്ളിൽ നടക്കുന്ന തെറ്റുകൾക്കെതിരെ നമുക്ക് മിണ്ടാൻ പറ്റില്ല. നമ്മൾ മിണ്ടില്ല, തിന്മകൾ നമ്മൾ കാണില്ല, തിന്മകൾ നമ്മൾ കേൾക്കില്ല, അവയെക്കുറിച്ച് നമ്മൾ പറയില്ല. പലപ്പോഴും നമ്മൾ അണികൾ ഫാൻസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പലപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവില്ല. ഇതിൽ സംഘടനകളുടെ ഒരു ജനാധിപത്യ സ്വഭാവം അനുസരിച്ചും വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ചും ആ ഒരു സ്പേസ് അനുസരിച്ചും ചില അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവാം. എല്ലാവരും ഒരുപോലെ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആരാണ് കൂടുതൽ കുറവെന്നുള്ള തർക്കത്തിലേക്ക് പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. വിൽ നെവർ റീച്ച് എ കൺക്ലൂഷൻ. സോ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഇതുപോലെ പ്രതികരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ നമുക്ക് നിരുപാധികമായ പിന്തുണ ആർക്കും കൊടുക്കാതിരിക്കുന്നത് വഴി നമ്മൾ ഇങ്ങനത്തെ ഈ ജാപ്പനീസ് കുരങ്ങന്മാരാവാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ്, അല്ലേ? Nobody is perfect enough to give an unconditional support. ഒരു വ്യക്തിയോ ഒരു സംഘടനയോ ഒരു സിദ്ധാന്തമോ ഒന്നും തന്നെ അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുക്കത്തക്ക അത്രയും പെർഫെക്റ്റ് അല്ല. എവറി സിസ്റ്റം ഇസ് എ പാക്കേജ്. നന്മകളും തിന്മകളും ഉണ്ട്. എവറി സിസ്റ്റം ഇവോൾവ്സ്. കാലഘട്ടം മാറുന്നോറും നന്മകളും തിന്മകളും മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് വ്യക്തികളെ ആണെങ്കിൽ പോലും, നമുക്ക് എത്ര സ്നേഹമുള്ള വ്യക്തികളാണെങ്കിൽ പോലും, നമുക്ക് ചില സന്ദർഭങ്ങളിൽ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ കാണേണ്ടി വരും, അത് കേൾക്കേണ്ടി വരും, അതിനെക്കുറിച്ച് പറയേണ്ടി വരും. നമ്മൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ വി ആർ നോയിങ് നോബഡി എ സർവീസ്. നമ്മൾ ആ സംഘടനയ്ക്കോ ആ വ്യക്തിക്കോ തന്നെ ശരിക്കും നല്ലതല്ല ചെയ്യുന്നത്. അവർ ദുഷിക്കുന്നത് നമ്മൾ പറയാതിരിക്കുന്നതുകൊണ്ട് ഇവഞ്ച്വലി അവരുടെ നാശത്തിന് നമ്മളും കൂടി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, വ്യക്തിയാണെങ്കിലും സംഘടനകളാണെങ്കിലും. ഇപ്പോൾ സംഘടനകളുടെ കേസിലാണെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില അധികാര കേന്ദ്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സമീപനം ഉതകുക. ആ സംഘടന ഇവഞ്ച്വലി അത് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു സംഘടനയുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ഭാഗമാകുന്നതിന് മുമ്പ് ആ സംഘടനയ്ക്കുള്ളിൽ, ആ ഗ്രൂപ്പിനുള്ളിൽ എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഓഫ് കോഴ്സ് ആ സംഘടനാ നേതാക്കളോ നേതൃത്വമോ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുമ്പോൾ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമില്ല. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം, അറ്റ്ലീസ്റ്റ് തെറ്റുകളിൽ നിന്ന് മാറി നടക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംഘടനയ്ക്ക് ഇതിൽ ഒരു ശ്വാസം കിടക്കുന്ന ഒരു എയർ സർക്കുലേഷനുള്ള ഒരു സംഘടനയാവും. അതർവൈസ് അതൊരു ക്ലോസ്ഡ് ചേംബറായി മാറും. അത് ഏതാണെങ്കിലും, ഇവിടെ പലപ്പോഴും മതങ്ങളെക്കുറിച്ച് എങ്ങനെ പറയും, പാർട്ടികളെക്കുറിച്ച് എങ്ങനെ പറയും, ഏതോ ആയിക്കോട്ടെ, ആരും ഇതിൽ വലിയ മോശമില്ല, സം ആർ ബെറ്റർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫാൻ ആയിക്കഴിഞ്ഞാൽ, ഒരു അണി ആയിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെന്ന നിലയിൽ, ചിന്താശേഷിയുള്ളൊരു മനുഷ്യനെന്ന നിലയിൽ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ നീതികേടായിരിക്കും ഇത് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഇവിടെ നമുക്ക് തെറ്റുകൾ കാണുമ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ ഐഡിയലിസ്റ്റിക് വേൾഡിൽ ചെന്ന് നമ്മൾ എല്ലാ തിന്മകളെയും തോൽപ്പിക്കണമെന്നൊന്നും പറയുന്നില്ല. നമുക്ക് പറ്റുന്ന സ്ഥലത്തെങ്കിലും, നമുക്ക് പറ്റുന്ന രീതിയിലെങ്കിലും ചെറുതായിട്ടെങ്കിലും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ഇവയെ അനുകൂലിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കാം. There are 2 ways we can do this. One is fight people. അതായത് നമ്മൾ തിന്മയെ എതിർക്കുക. അത് ശക്തി കേന്ദ്രങ്ങളോട് ചിലപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ പറ്റിയെന്ന് വരില്ല. അപ്പോൾ what we can do is not to join with them and stand with the victim. ആ ഒരു നഷ്ടം അനുഭവിക്കുന്ന ആളോട് കൂടെ നിൽക്കുക. അത് അനുഭവിപ്പിക്കുന്ന വലിയ ശക്തിയോട് നമുക്ക് നേരിട്ട് എതിർത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അനുഭവിക്കുന്ന ആളോട് കൂടെ നിന്ന് അയാൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതും ഒരു വഴിയാണ്, അല്ലേ? പിന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമുക്ക് നിയന്ത്രണമുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഞാൻ സംഘടനകളെക്കുറിച്ചാണ് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സംഘടനകളുടെ ഉള്ളിൽ വരുന്ന ഈ മിസാറുകളും
കിക്കസാറുകളും ഇവസാറുകളുമാണ് ബ്ലൈൻഡായിട്ട് എന്ത് പറഞ്ഞാലും, നേതൃത്വം എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാർ. ദേ ആർ എ ഡേഞ്ചറസ് ഗ്രൂപ്പ് അല്ലേ. അവർ നമുക്ക് അപകടകാരികളാണ്. എക്സ്ട്രീം ലോയൽറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നല്ല ഗുണമായിട്ട് പറയാറുണ്ട്. പക്ഷേ അൺകണ്ടീഷണൽ എക്സ്ട്രീം ലോയൽറ്റി ഇസ് എ ഡേഞ്ചറസ് ട്രേറ്റ് അല്ലേ. അപ്പോൾ ആരോടാണോ ലോയൽറ്റി ഉള്ളത് അവരോട് എന്തെങ്കിലും എതിർപ്പ് തോന്നിയാൽ, അവയുടെ വ്യക്തികളോ കേന്ദ്രങ്ങളോ പുസ്തകങ്ങളോ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ മുന്നും പിന്നും നോക്കാതെ, സ്വന്തം ചിന്താശേഷി ഉപയോഗിക്കാതെ, സ്വന്തം മനുഷ്യത്വത്തെ അത് മനുഷ്യത്വം ഇല്ലാതെ എന്തും ചെയ്യാൻ പുറപ്പെടുന്ന എക്സ്ട്രീം ലോയൽ ഫാൻസ് അത് ഡേഞ്ചറസ് ആണ്. അത് ചിലപ്പോൾ വളരെ റാഡിക്കലായ ആശയങ്ങളുടെ വക്താക്കളാവാം, ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന വ്യക്തി ജീവിതത്തിൽ സപ്പോർട്ടേഴ്സ് ആവാം. പക്ഷേ വാട്ട് എവർ ബി ദ എക്സ്റ്റെൻറ്റ്, ദിസ് മിസാറു കിക്കസാറു ഇവസാറൂസ് ദേ ആർ ഡേഞ്ചറസ്. സോ അവരെ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള അൺകണ്ടീഷണൽ എക്സ്ട്രീം ലോയൽ ആൾക്കാരെ ശ്രദ്ധിക്കുക. ദേ മൈറ്റ് ബി ഡേഞ്ചറസ്. നമ്മൾ സ്വയം ഒരിക്കലും അങ്ങനെ ആവാതിരിക്കുക. നമ്മുടെ ചിന്താശേഷിയും റാഷണൽ എബിലിറ്റിയും ഒരിക്കലും ആർക്കും അടിയറ വയ്ക്കാതിരിക്കുക. ആരോടും, സംഘടനയോടും വ്യക്തിയോടും 100% കാര്യങ്ങൾ യോജിക്കാൻ കഴിയുകയില്ല എന്നത് മനസ്സിലാക്കുക. എവ്രിവൺ ഈസ് എ പാക്കേജ് എന്നുള്ളത് മനസ്സിലാക്കുക. കഴിയുന്നതും എക്കോ ചേമ്പേഴ്സ് ആയിട്ടുള്ള സംഘടനകളിലോ ഗ്രൂപ്പുകളോ ചെന്ന് ചേരാതിരിക്കുക. അങ്ങനെ ചേർന്നാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടൂ എന്നുള്ള ആവശ്യം സമൂഹത്തിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കുക. സംഘടനകളിലെ ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും ന്യായങ്ങൾ കിട്ടൂ എന്നുള്ള അവസ്ഥ വന്നാൽ കൂടുതൽ പേര് ചേരാൻ നിർബന്ധിതമാകും. അത് ഒഴിവാക്കാൻ നമ്മുടെ സിസ്റ്റം എപ്പോഴും ശ്രദ്ധിക്കണം. ന്യായം, അത് സംഘടനയിലെ ആളാണെങ്കിലും അല്ലെങ്കിലും ന്യായമാണെങ്കിൽ കാര്യം നടക്കണം. ഇത് വളരെ എളുപ്പമാണ്, പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് അറിയാമെങ്കിലും അറ്റ്ലീസ്റ്റ് വി മസ്റ്റ് നോ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. അത്രയെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ കൂടുതൽ പേര് ഇതിൽ ചേരാനും കൂടുതൽ പേര് ഇങ്ങനത്തെ ലോയൽ അണികളാവാനും സാധ്യതയുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി. ഇനി ഈ ലോയൽ അണികളായിട്ടുള്ളവർ തന്നെ 2 ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ അണികളായിരിക്കുന്നത് വഴി തങ്ങളുടെ കാര്യങ്ങൾ ഷോർട്ട് കട്ട് ചെയ്ത് എളുപ്പം നടക്കുന്നവർ, വേറെ ചിലർ അണികളായിട്ടും ഒന്നും കിട്ടാതെ വെറുതെ പേരിന് മാത്രം നിൽക്കുന്നത്. രണ്ടും കഷ്ടമാണ്. ആദ്യത്തെ ആൾക്കാർ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ട്രേഡ് ഓഫ് ചെയ്യാണ്, തങ്ങളുടെ ചിന്താശേഷിയെ, സ്വാതന്ത്ര്യത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി ട്രേഡ് ഓഫ് ചെയ്യാണ്. രണ്ടാമത്തെ കൂട്ടർ സ്വയം ഒരു നേട്ടവുമില്ലാതെ അതിൽ മണ്ടന്മാരായി തുടരുകയാണ്. ഇത് രണ്ടും തെറ്റ് തന്നെയാണ്. സോ നമുക്ക് തലച്ചോറ് എന്നിരിക്കുന്നത് ചിന്തിക്കാനാണ്. ഓൾവേസ് ഡു ദാറ്റ്. Be rational people. You can believe in anything, anyone, any institution, any religion, any party, anything. But do not let your rationality surrender before anyone. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിലത് മനസ്സിലാക്കാനും അതിൽ ഉൾപ്പെടാതിരിക്കാനും മാറി നടക്കാനുമുള്ള ഒരു മിനിമം ധൈര്യമെങ്കിലും നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ജാപ്പനീസ് കുരങ്ങന്മാരെ പോലെയാവും. ഇത്തരത്തിലുള്ള അപകടകാരികളായ ഒരുപാട് ജാപ്പനീസ് കുരങ്ങന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്കും മതത്തിൻ്റെ പേരിൽ പൊട്ടിത്തെറിക്കുന്നവരിലേക്കും. 2 ദിവസം മുമ്പ് തന്നെ കണ്ടില്ലേ, ജീപ്പ് ഓടിച്ച് ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ കയറ്റി കുറേ പേരെ കൊന്നു. ഇത്തരത്തിലുള്ള ഭ്രാന്തന്മാർ എല്ലായിടത്തും ഉണ്ട്. അവരുടെ എണ്ണം പലപ്പോഴും കൂടുകയുമാണ്. സോ വി ക്യാൻ സ്റ്റേ അവേ ഫ്രം ദം ആൻഡ് വി ഹാവ് ടു ടേക്ക് എക്സ്ട്രീം കെയർ ദാറ്റ് വി ഡു നോട്ട് ബിക്കം വൺ എമംഗ് ദം. ഇത്രയും മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.